കേസ് നടത്തി 10 കൊല്ലം കേസ് നടത്തിയിട്ട് പരിചയമുണ്ട്. അപ്പൊ കേസ് എപ്പോഴാവണേന്ന് നമുക്കറിയാം. ഇങ്ങനെ കുറെ ഓരപ്പാമ്പുകളല്ലേ, അതൊക്കെ വരിട്ടാവും. അത് കഴിഞ്ഞിട്ട് കേസാകുമ്പോ നമുക്ക് വക്കീലിനായിട്ട് ബന്ധപ്പെടാം. നടന്റെ അച്ഛന് ഇന്നലെയുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇന്ന് 5:30 സ്റ്റേഷൻ വിട്ടിറങ്ങിയ ഷൈനിന് ഉണ്ടായിരുന്നില്ല. അന്വേഷണ സംഘം എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിക്ക് മുൻപിൽ നടൻ അക്ഷരാർത്ഥത്തിൽ പെട്ടു. 4 പ്രധാന ഏറ്റുപറച്ചിലുകളാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോ നടത്തിയത്. 1. കഞ്ചാവും രാസലഹരിയും ഉപയോഗിക്കാറുണ്ട്. 2. കുപ്രസിദ്ധ ഡ്രഗ് ഡീലർ സജീറിൽ നിന്നും ആലപ്പുഴയിൽ അറസ്റ്റിലായ തസ്ലീമയിൽ നിന്നും രാസലഹരി വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. 3. മുൻപൊരിക്കൽ ഡി അഡിക്ഷൻ സെന്ററിൽ ചേർത്തെങ്കിലും ഒരാഴ്ച കൊണ്ട് ചികിത്സ മതിയാക്കി അവിടെ നിന്ന് ചാടിപ്പോന്നു. 4. ഡാൻസ് ഓഫ് ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ തെളിവ് കിട്ടാതിരിക്കാനാണ് ഓടി രക്ഷപ്പെട്ടത്. ഡ്രഗ് ഡീലർമാരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഹരിമരുന്ന് ഉപയോഗ നിരോധന നിയമത്തിലെ 27, 29 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ തീരുമാനപ്രകാരമാണ് എടുക്കണേ. ലഹരി ഉപയോഗം ശാസ്ത്രീയമായി തെളിയിക്കാൻ മുടിയുടെയും നഖത്തിന്റെയും രക്തത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചു. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ആകെ ഉലഞ്ഞാണ് ഷൈൻ പുറത്തേക്ക് വന്നത്. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടപ്പോൾ തിങ്കളാഴ്ച തന്നെ വരാമെന്ന് അങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തിട്ടായിരുന്നു മടക്കം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.